ഒരുനാൾ രാത്രി ഏകദേശം 10 മണിയോടെ നഗരത്തിലെ തിരക്കേറിയ പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിനു മുന്നിൽ അൻവർ ബൈക്ക് നിർത്തി. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലിക്ക് കയറാൻ വന്നതായിരുന്നു അൻവർ. കെട്ടിടത്തിന്റെ പഴക്കവും ചുറ്റുമുള്ള വിജനതയും അവനൊരുതരം അസ്വസ്ഥത നൽകി. എങ്കിലും ലഭിക്കുന്ന നല്ല ശമ്പളത്തെക്കുറിച്ചോർത്തപ്പോൾ അവന്റെ മനസ്സിൽ ചെറിയൊരു ധൈര്യം വന്നു. സാർ, എന്റെ പേര് അൻവർ. സെക്യൂരിറ്റി ജോലിക്കായി വന്നതാണ്. ഗേറ്റിന് സമീപം നിന്ന മാനേജരോടായി അവൻ പറഞ്ഞു. മാനേജർ അവനെ കെട്ടിടം ചുറ്റിക്കാണിച്ചു. അൻവർ, ഇത് പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി പൊളിക്കാൻ പോകുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് രാത്രി ഇവിടെ ആളനക്കമുണ്ടാകില്ല. പകൽ സമയത്ത് തൊഴിലാളികളുണ്ടാകും, മാനേജർ വിശദീകരിച്ചു. അൻവർ തലയാട്ടി. രാത്രിയുടെ നിശബ്ദതയിൽ അൻവർ തന്റെ ചെറിയ കാബിനിൽ ഇരുന്നു. കുറച്ചുനേരം മൊബൈലിൽ സിനിമ കണ്ടു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. അപ്പോളാണവൻ ആ ശബ്ദം കേട്ടത്. മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ. ആരായിരിക്കും ഈ രാത്രിയിലവിടെ? അവൻ മനസ്സിലോർത്തു. ആദ്യം അതൊരു തോന്നലാണെന്ന് കരുതി. പക്ഷേ ശബ്ദം വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. ആരോ വലിയ ഭാരമുള്ള എന്തോ വലിച്ചിഴയ്ക്കുന്നതുപോലെ. അൻവർ ധൈര്യം സംഭരിച്ച് മുകളിലേക്ക് നടന്നു. ഓരോ പടവുകൾ കയറുമ്പോഴും ശബ്ദം കൂടുതൽ വ്യക്തമായി. 4-ാം നിലയിലെത്തിയപ്പോൾ ശബ്ദം ഒരു മുറിയിൽ നിന്നാണെന്ന് മനസ്സിലായി. അവൻ പതിയെ വാതിൽ തുറന്നു. ആ മുറിയിൽ ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ തറയിൽ പുതിയ പാടുകൾ കണ്ടു. ആരോ എന്തോ വലിച്ചിഴച്ചതിന്റെ പാടുകൾ. അൻവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൻ വേഗം താഴെയിറങ്ങി. പിറ്റേന്ന് രാവിലെ മാനേജർ വന്നപ്പോൾ അൻവർ രാത്രിയിലെ കാര്യങ്ങൾ പറഞ്ഞു. അൻവർ, അതൊരു പഴയ കെട്ടിടമാണ്. ചിലപ്പോൾ പൂച്ചയോ നായയോ ആകാം, മാനേജർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അൻവറിനത് വിശ്വാസമായില്ല. അടുത്ത രാത്രിയും അൻവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രി 12 മണിയായപ്പോൾ വീണ്ടും അതേ ശബ്ദം. ഇത്തവണ ശബ്ദം കൂടുതൽ ഉച്ചത്തിലായിരുന്നു. ഭയം തോന്നിയിട്ടും അൻവർ മുകളിലേക്ക് പോയി. അതേ മുറിയിൽ നിന്ന് തന്നെയായിരുന്നു ശബ്ദം. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൻ ഞെട്ടിപ്പോയി. മുറിയിൽ ഒരു സ്ത്രീരൂപം. അവൾ തറയിൽ എന്തോ വലിച്ചിഴയ്ക്കുന്നുണ്ടായിരുന്നു. അൻവർ ഭയന്നു വിറച്ച് താഴോട്ട് ഓട്ടി. അവൻ നേരെ മാനേജറുടെ വീട്ടിലേക്ക് ചെന്നു. മാനേജർ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അൻവർ, നീ പേടിക്കേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്കൊരു കൂട്ടായി ഒരാളെ നിർത്താം, മാനേജർ പറഞ്ഞു. പിറ്റേന്ന് രാത്രി അൻവറിന് കൂട്ടായി ഒരു ചെറുപ്പക്കാരൻ വന്നു. അവന്റെ പേര് രാജു. രാജുവിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ താൽപ്പര്യമില്ലായിരുന്നു. ചേട്ടാ, ഇതൊക്കെ വെറും തോന്നലുകളാണ്, രാജു പറഞ്ഞു. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം. അൻവർ രാജുവിനെ വിളിച്ചു. രാജു, കേൾക്കുന്നില്ലേ? ആ ശബ്ദം. രാജുവിന് ആദ്യമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവനും ശബ്ദം കേട്ടു തുടങ്ങി. ഇരുവരും ധൈര്യം സംഭരിച്ചു മുകളിലേക്ക് നടന്നു. ഇത്തവണ ശബ്ദം കൂടുതൽ അടുത്തുനിന്ന് കേട്ടു. 5-ാം നിലയിലെ ഒരു മുറിയിൽ നിന്നായിരുന്നു അത്. അവർ വാതിൽ തുറന്നു നോക്കി. മുറിയിൽ ഒരു സ്ത്രീരൂപം, തറയിൽ ഒരു ശരീരം വലിച്ചിഴയ്ക്കുന്നു. അൻവറും രാജുവും ഭയന്ന് പുറത്തേക്ക് ഓടി. താഴെയെത്തിയപ്പോൾ മാനേജരെ വിളിച്ച് വിവരം പറഞ്ഞു. മാനേജർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു. അവർക്ക് ആ മുറിയിൽ നിന്ന് ഒരു രഹസ്യ അറ കണ്ടെത്താൻ കഴിഞ്ഞു. ആ അറയിൽ ഒരു മൃതദേഹം. ആ മൃതദേഹം വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു സ്ത്രീയുടേതായിരുന്നു. അവരെ കൊലപ്പെടുത്തി ആ അറയിൽ ഒളിപ്പിച്ചതായിരുന്നു. രാത്രിയിൽ കേട്ടിരുന്ന ശബ്ദം ആ സ്ത്രീയുടെ ആത്മാവ് തന്റെ ശരീരത്തെ വലിച്ചിഴച്ച് നീതിക്കുവേണ്ടി യാചിക്കുന്നതായിരുന്നു. ഈ സംഭവം ആ നാടിനെയാകെ ഞെട്ടിച്ചു. അൻവർക്ക് തന്റെ ധൈര്യത്തിനു പ്രതിഫലമായി നല്ലൊരു തുക ലഭിച്ചു. അവൻ ആ പണം കൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങി. പക്ഷേ ആ രാത്രിയിലെ അനുഭവങ്ങൾ അവന്റെ മനസ്സിൽ ഒരു നടുക്കമായി എന്നും നിഴലുകൾ പോലെ അവശേഷിച്ചു.